Hi all, welcome to my Cuckoo restaurant. This restaurant is Edapalli ടോളിലുള്ള പുക്കാട്ടുപടിക്ക് തിരിയുന്ന ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലുലു മെഗാ മാർട്ടിൽ നിന്ന് ഏകദേശം ഒരു 150 മീറ്റേഴ്സ് വന്നു കഴിയുമ്പോൾ പുക്കാട്ട് തിരിക്കുന്ന ജംഗ്ഷനാണ് മൈ കുക്കു റെസ്റ്റോറൻറ്റ്. ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റാലിയൻ പിസ്സയാണ്. ഇറ്റാലിയൻ പിസ്സയുടെ കൂടെ തന്നെ ഞങ്ങളൊരു നാച്ചുറൽ ഡ്രിങ്ക്സ് ഞങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിനകത്ത് 3 ഫ്ലേവറാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവർ, മറ്റൊന്ന് ലെമൺ ഗ്രാസിൻ്റെ ഫ്ലേവർ, മൂന്നാമത് കോക്കത്തിൻ്റെ ഫ്ലേവറാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇത് വളരെ ഹെർബലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മെഡിസിൻ വാല്യൂ ആയിട്ടുള്ള ആണ് കോക്കം എന്ന് പറയുന്ന ഡ്രിങ്ക്സ്. ഞങ്ങളൊരു പുതിയ പിസ്സ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചിക്കൻ അറേബ്യ എന്നുള്ള പറയുന്നൊരു പിസ്സയാണ്. നിലവിൽ നമ്മളുടെ കേരളത്തിലെ മാർക്കറ്റിലുണ്ടോ ചോദിച്ചാൽ ഇല്ലാത്ത ഒരു പിസ്സയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മിക്കവാറും പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും എല്ലാം നമ്മൾ കണ്ടുവരുന്ന ഈ ചിക്കൻ അറേബ്യൻ പിസ്സയാണ് ഞങ്ങൾ പുതിയ ഡിഷായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. എന്നോടൊപ്പം നിൽക്കുന്നത് സുബ്രഹ്മണ്യൻ, ഈ റെസ്റ്റോറൻറ്റിൽ പിസ്സ മേക്കറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ ചിക്കൻ അറേബ്യ പിസ്സ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഡോ സ്ട്രെച്ച് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഡോ പ്ലേസ് ചെയ്യാനുള്ള ട്രേയിൽ ജസ്റ്റ് ഒരു ബോട്ടം സൈസിൽ ലേശം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഡോ ഒരു കാരണവശാലും ഈ ട്രേയിൽ സ്റ്റിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മറ്റ് പിസ്സയുടെ ക്രസ്റ്റ് ചെയ്യുന്ന മാതിരി നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ ഡോ ചെയ്യുമ്പോൾ അതിനകത്ത് ഓയിൽ ആഡ് ചെയ്യുന്നില്ല. അത് ഞങ്ങളൊരു സ്പെഷ്യാലിറ്റിന് പിന്നീട് അജിനോമോട്ടോ തികച്ചും ആഡ് ചെയ്യാതെയാണ് ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ ചെയ്യുന്നത് എന്നൊരു സ്പെഷ്യാലിറ്റിയാണ്. ഡോ നമ്മൾ ട്രേയിൽ പ്ലേസ് ചെയ്തു. അതിൻ്റെ ഒരു റൗണ്ട് ഫിഗർ വരത്തക്ക രീതിയിൽ എഡ്ജിലേക്ക് ശരിക്കും സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അറേബ്യ പിസ്സയാണ്. ഈ ചിക്കൻ അറേബ്യ പിസ്സയിൽ സാധാരണ എല്ലാ പിസ്സയിലും പിസ്സ സോസാണ് ആഡ് ചെയ്യാറ്. പക്ഷേ ചിക്കൻ അറേബ്യ പിസ്സയിൽ നമ്മൾ മയോണൈസ് സോസാണ് ആഡ് ചെയ്യുന്നത്. ആ മയോണൈസ് സോസാണ് ഇനി നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ മയോണൈസ് സോസാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ദോല സ്റ്റിക്ക് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ ഒരു എഡ്ജ്, ഒരു റൗണ്ട് എഡ്ജ് മാത്രം ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ഈ സോസ് പ്ലേസ് ചെയ്ത് വെക്കുന്നത്. സോ സോസ് നമ്മൾ മയോണൈസ് സോസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് സാധാരണ രീതിയിൽ പിസ്സയ്ക്ക് യൂസ് ചെയ്യുന്ന മാതിരി തന്നെ ഷെഡഡ് മൊസറല്ല ചീസാണ് നമ്മളിനി യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചീസ് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ ടോപ്പിലായിട്ട് ഡൈസ്ഡ് ഒനിയനാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സെക്കൻഡായിട്ട്. അതിനുശേഷം നമ്മുടെ ഗ്രിൽ ചിക്കൻ്റെ ടോപ്പിൽ നമ്മൾ ഡൈസ്ഡ് ടൊമാറ്റോ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ആ പിസ്സയ്ക്കകത്ത് ഗ്രിൽ ചിക്കൻ പിസ്സയ്ക്കകത്ത് വന്നിട്ടുള്ള സ്ലൈസ് ടൊമാറ്റോ ആണ്. പക്ഷേ ഈ പിസ്സയ്ക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈസ്ഡ് ടൊമാറ്റോ ആണ്. അതിനുശേഷം വീണ്ടും മൊസറല്ല ചീസ് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. മൊസറല്ല ചീസാണ് അതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യുന്നത്. ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്തിട്ട്, അത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പിസ്സയാണ്. ഈ മൊസറല്ല ചീസിൻ്റെ ടോപ്പിലായിട്ട് വീൽ ടൈപ്പിലാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ചിക്കൻ അറേബ്യ പിസ്സ. ഇതിനകത്ത് മയോണൈസാണ് സോസായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസും ഇതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പിസ്സ നമ്മൾ ഓവനിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. 7 minutes ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. സോ 7 മിനിറ്റാണ് നമ്മളിതിൻ്റെ കുക്കിംഗ് ടൈമായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. 7 minutes ആയിപ്പോൾ. ശരിക്കും ക്രസ്റ്റ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അതുപോലെ ചീസും ഗോൾഡൻ കളറായിട്ടുള്ള ശരിക്കും എക്സാക്റ്റ് ഒരു പിസ്സയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട്, സാധാരണ ലാർജ് പിസ്സ 8 സ്ലൈസസ് ആണ്, 8 സ്ലൈസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. 2 ഇതാണ് ചിക്കൻ അറേബ്യ പിസ്സ. ഇതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ നാച്ചുറൽ ഡ്രിങ്ക്സ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാച്ചുറൽ ഡ്രിങ്ക്സ്, ഇത് കോക്കമാണിത്. ശരിക്കും മെഡിസിൻ വാല്യൂ ഉള്ളൊരു ഡ്രിങ്ക്സാണ്. അതുപോലെ ലെമൺ ഗ്രാസിൻ്റെ ലെമണി, ഇതും കാർബണേറ്റഡ് നാച്ചുറൽ ഡ്രിങ്ക്സാണ്, ഞങ്ങൾ ഓൺ പ്രൊഡക്റ്റാണ്. അതുപോലെ ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ കാർബണേറ്റഡ് ഡ്രിങ്ക്സാണ്. ഇതും നമ്മൾ പിസ്സയോടൊപ്പം സെർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ദിസ് ഈസ് മൈ കുക്കു സ്പെഷ്യൽ ഇറ്റാലിയൻ ക്രസ്റ്റ് ചിക്കൻ അറേബ്യൻ പിസ്സ.